മനസ്സൊരു സന്തോഷക്കടലായ നേരത്ത് ഒരു സ്നേഹത്തിരയായി നീ വന്നു. മനസ്സൊരു സന്തോഷക്കടലായ നേരത്ത് ഒരു സ്നേഹത്തിരയായി നീ വന്നു. കൺമണി ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്മുടെ മരിച്ചുപോയ കൊല്ലം സുധിയുടെ ഭാര്യയായിട്ടുള്ള രേണുവാണ് കേട്ടോ, രേണു സുധി. അവരുടെ പുതിയൊരു വെബ് സീരീസിലെ ഒരു സോങ് ആണ് കേട്ടോ. കൺമണി എന്നാണ് ഒരു വെബ് സീരീസിന്റെ പേര്. അതിന്റെ ഒരു ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും ആ ഒരു എന്താ പറയാ, രേണുസുധിക്ക് ഇപ്പോൾ ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട്. കാരണം രേണുസുധി ഒന്ന് വൈറലായിട്ടുണ്ടായിരുന്നു. അതായത് വേറൊന്നുമില്ല, നമ്മുടെ ഒരു റീൽസ് ചെയ്തിട്ടുണ്ട്, ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചാന്തു കുടഞ്ഞൊരു സൂര്യൻ മാനത്ത്, ആ ഒരു റീൽസ് ഒരു പുള്ളിക്കാരനുമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു റീൽസ് ചെയ്തതിന് ശേഷമാണ് രേണുസുധി ഒന്ന് വൈറലായത്. കാരണം ഒരുപാട് ആൾക്കാർ അതിനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് നെഗറ്റീവ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയുക, എയറിൽ ഇങ്ങനെ പാറി പറന്ന് നടന്നിട്ടുണ്ടായിരുന്നു. കാരണം ചില ആൾക്കാർക്ക് രേണുവിൻ്റെ അതുപോലുള്ള ഒരു അഭിനയമൊക്കെ ഉൾക്കൊള്ളാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം കൊല്ലം സുധി ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാർക്ക് രേണുവിനെ ആ ഒരു രീതിയിലൊന്നും അഭിനയിക്കുന്നത് കാണാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ അതുപോലുള്ള വീഡിയോയ്ക്ക് അതുപോലുള്ള റീൽസിനൊക്കെ ഭയങ്കര നെഗറ്റീവ് പറഞ്ഞ രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ പറയാ, അത് അഭിനയം മാത്രമാണ്. അപ്പൊ അവർക്കിപ്പോൾ ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട്. നാടകങ്ങളിലായിക്കോട്ടെ, ഇതുപോലുള്ള ചെറിയ ഷോർട്ട് ഫിലിമുകള്, അതുപോലെ ഒരുപാട് ഫോട്ടോഷൂട്ടുകൾ, അങ്ങനെയൊക്കെ ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട്. നല്ല കാര്യം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം സുധി മരിച്ചു എന്ന് കരുതിയിട്ട് എപ്പോഴും സങ്കടപ്പെട്ട് കരഞ്ഞിരിക്കണമെന്നൊന്നും നമ്മൾ ആരും പറയത്തില്ല. അവർക്ക് അവസരങ്ങൾ കിട്ടട്ടെ. കാരണം അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങൾക്ക് പഠിത്തം, അവരുടെ കാര്യങ്ങൾ നോക്കണം. അങ്ങനെ ഒരുപാട് എന്താ പറയാ, മുന്നോട്ട് ജീവിച്ചേ മതിയാവുള്ളൂ. അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ അവർ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ, നമുക്ക് സപ്പോർട്ട് ചെയ്യാം. പക്ഷെ ഈ കഴിഞ്ഞിടെ അവരുടെ വിവാദമായിട്ടുള്ള 1-2 ഫോട്ടോഷൂട്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് ഞാനും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അത് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം രേണുസുധിയിൽ നിന്നും നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക, നല്ല രീതിയിലുള്ള അഭിനയം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫോട്ടോഷൂട്ട് ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾ നല്ല രീതിയിലാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ എന്താ പറയാ, ചില നടിമാർ കാണിക്കുന്ന പോലെ അവിടെ ഇവിടെ ബോഡി എക്സ്പോസ് ചെയ്തുള്ള രീതിയിലുള്ള ഫോട്ടോഷൂട്ടോ കാര്യങ്ങളോ ഒന്നും നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് വേറൊന്നും കൊണ്ട് അല്ല, കൊല്ലം സുധി ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാർ എന്താ പറയുക, രേണുസുധി ആ ഒരു രീതിയിലേക്കൊന്നും അഭിനയിക്കുന്നതോ അല്ലെ ഫോട്ടോഷൂട്ടോ ഒന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇപ്പൊ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് രേണുസുധിയുടെ ഒരു വിഷു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതിലാണെങ്കിൽ തന്നെ രേണു ഇട്ടിരുന്ന ഒരു കോസ്റ്റ്യൂം, അതില് എന്താ പറയാ, വയറൊക്കെ കാണിച്ചിട്ടുള്ള ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ, അതിനൊക്കെ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് ആൾക്കാർക്ക് അതുപോലെയൊക്കെ രേണു അഭിനയിക്കുന്നതിന് എന്തോ ഒരു താല്പര്യക്കുറവ് പോലെ. അപ്പൊ നമുക്ക് വിമർശിക്കാം അല്ലെ, നമ്മുടെ അഭിപ്രായം. അവർ പബ്ലിക്കായിട്ട് വീഡിയോസ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം മാന്യമായിട്ടുള്ള രീതിയിൽ. അല്ലാതെ അവരെ ബോഡി ഷേമിങ് ചെയ്യാനോ അല്ലെ അവരെ അധിക്ഷേപിക്കാനോ അവരെ തെറി പറയാനോ അതിനൊന്നും നമുക്ക് താല്പര്യമില്ല. നമ്മൾ വിമർശിക്കുന്നത് മാന്യമായിട്ടുള്ള രീതിയിലേ വിമർശിക്കാറുള്ളൂ. അവർക്ക് ഇനിയും ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ. പക്ഷെ അവസരങ്ങൾ കിട്ടുന്ന അനുസരിച്ച് ഡ്രസ്സിൽ, അതായത് വസ്ത്രത്തിൽ കുറച്ച് മാന്യമായിരിക്കണമെന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഇപ്പം നമുക്കറിയാം ഹണി റോസ് അതുപോലെയുള്ള കുറേ ആൾക്കാർക്ക് ഇനാഗ്രേഷനൊക്കെ അവർ വരുന്ന ഒരു വസ്ത്രധാരണം നമുക്കറിയാവുന്നതാണ്. വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് അവരൊക്കെ വരുന്നത്. അപ്പൊ ഈ കഴിഞ്ഞിടെ രേണുവിന് ഒരു ഇനാഗ്രേഷനും കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇനാഗ്രേഷൻ വന്നപ്പോഴത്തേക്കും രേണുവിന്റെ ഡ്രസ്സിങ് കുറച്ച് ബോറായിരുന്നു. അതായത് കഴുത്ത് നന്നായിട്ട് ഇറങ്ങിയിട്ട് എന്താ പറയാ, ക്ലീവേജ് നന്നായിട്ട് കാണാമായിരുന്നു. അത് കുറച്ച് ബോറായിരുന്നു. അപ്പൊ ആ ഒരു രീതിയിലൊന്നും രേണു വരുന്നതിനോട് നമുക്ക് താല്പര്യമില്ല. മാന്യമായിട്ടുള്ള രീതിയിൽ ഡ്രസ്സ് ഒക്കെ ധരിച്ചിട്ട് വരുന്നത് കാണാനാണ് നമുക്ക് ആഗ്രഹം. പിന്നെ അവസരങ്ങൾ കൂടുന്ന അനുസരിച്ച് ചിലപ്പോൾ ഇതുപോലുള്ള ഡ്രസ്സുകൾ ഇടേണ്ടി വരും. അപ്പൊ ചില ആൾക്കാർ അതിന് നെഗറ്റീവ് പറയും. ഞാൻ പറഞ്ഞല്ലോ, മാന്യമായിട്ടുള്ള രീതിയിൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും. പക്ഷെ വിമർശിക്കേണ്ട കാര്യങ്ങൾ വന്നാൽ വിമർശിക്കുക തന്നെ ചെയ്യും. കാരണം അവരൊരു സ്ത്രീയാണ്. അവർ ഭർത്താവ് മരിച്ചു പോയി എന്ന് കരുതിയിട്ട് അവർക്ക് എന്നും ഭർത്താവിനെ ഓർത്ത് കരഞ്ഞിരിക്കാൻ പറ്റുമോ? ഇല്ല, മുന്നോട്ട് ജീവിച്ചേ മതിയാവുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് അറിയാവുന്ന ഒരു തൊഴിലെന്ന് പറയുന്നത് നാടകങ്ങളിൽ അഭിനയിക്കുന്നുണ്ട്. ഇപ്പൊ സിനിമകൾ വരെ അവർക്ക് കിട്ടിയെന്ന് പറയുന്നുണ്ട്. നല്ല കാര്യമാണ്. അവർക്ക് നല്ല നല്ല അവസരങ്ങൾ കിട്ടട്ടെ.
അവസരങ്ങളൊക്കെ നല്ല രീതിയിൽ വിനിയോഗിക്കട്ടെ. പക്ഷെ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക. ഡ്രസ്സിങ്ങിലും കാര്യങ്ങളിലൊക്കെ കുറച്ചൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം നമ്മുടെ ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. നമുക്കറിയാം, സിനിമയിലായിക്കോട്ടെ സീരിയലിലൊക്കെ ആയിക്കോട്ടെ ഒരുപാട് അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്. സ്ത്രീകൾക്കെതിരെയൊക്കെ ആയിട്ട് ഒരുപാട് അതിക്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതുപോലുള്ള ചതിക്കുഴികളിൽ വീഴാതിരിക്കുക. നല്ല രീതിയിലുള്ള വീഡിയോസും എന്താ പറയുക ഫോട്ടോഷൂട്ടും അതൊക്കെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് രേണു സുധിയെ കുറിച്ച്? രേണു സുധീന്റെ ഇപ്പോൾ ഉള്ള ചില ഫോട്ടോഷൂട്ടും അവരുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്.